മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി ആന്റണി. സാംസ്കാരിക ഭൂമിശാസ്ത്ര പഠിതാക്കൾ സ്പേസിനെയും പ്ലേസിനെയും വേർതിരിച്ചു പറയും. ആദ്യത്തേത് പൊതുവായ വസ്തുനിഷ്ഠമായ ചിലപ്പോഴൊക്കെ അമൂർത്തമായ പ്രദേശമാണെങ്കിൽ, രണ്ടാമത്തേത് മനുഷ്യാനുഭവങ്ങളിലൂടെയും സാമൂഹിക ഇടപെടലുകളിലൂടെയും രൂപപ്പെട്ടിട്ടുള്ളതാണ്. മലയാളത്തിൽ നടന്നിട്ടുള്ള സാംസ്കാരിക ഭൂമിശാസ്ത്ര പഠനങ്ങളിൽ സ്പേസ് എന്ന സങ്കല്പനത്തെ കുറിക്കാൻ ഇടമെന്നും പ്ലേസിനെ കുറിക്കാൻ സ്ഥലം എന്നുമാണ് പൊതുവിൽ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇടം എന്ന പദത്തിന് മലയാളത്തിൽ വ്യാപകമായ പ്രയോഗങ്ങളുണ്ട്. സ്ഥലസൂചകമായി അവിടം, ഇവിടം, മന്നിടം, പാരിടം എന്നൊക്കെ പറയുമ്പോൾ തന്നെ പറഞ്ഞു നിൽക്കാൻ ഇടമില്ല എന്ന പ്രയോഗത്തിൽ അത് സമയത്തെ സൂചിപ്പിക്കുന്നതായി വരുന്നു. തൻ്റെ ഇടം എന്ന് തൻ്റെ ഇടത്തെ പിരിച്ചു പറയാമെങ്കിലും രണ്ട് പദവും ചേർന്ന് ധൈര്യം, ആത്മവിശ്വാസം എന്നൊക്കെയുള്ള അർത്ഥങ്ങളെ ധ്വനിപ്പിക്കുന്നു. അറിഞ്ഞിടത്തോളം പയ്യൻ കുഴപ്പക്കാരനല്ല എന്ന പ്രയോഗത്തിൽ അർത്ഥം പിന്നെയും മാറുന്നു. ഇണ്ടനമ്മാവൻ ഇടങ്കാലിലെ ചെളി വലങ്കാലുകൊണ്ട് തുടച്ചതും പിന്നെത്തൻ വലങ്കാലിലെ ചെളി ഇടങ്കാലുകൊണ്ട് തുടച്ചതും എന്നു തുടങ്ങുന്ന അയ്യപ്പ പണിക്കരുടെ കാർട്ടൂൺ കവിതയിൽ ഇടം വാമപക്ഷത്തെ സൂചിപ്പിക്കുന്നു. ചെണ്ടയുടെയും മദളത്തിൻ്റെയും ഒക്കെ ഇടംതലയും അങ്ങനെ തന്നെ. ഇന്ന് മൂപ്പര് ഇടത്തൂടാണ് എഴുന്നേറ്റത് എന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ആൾ അല്പം കലിപ്പിലാണ്, അല്ലെങ്കിൽ ശുണ്ഠിയിലാണ് എന്നാണ് സൂചന. പഴയ കേരളത്തിൽ പ്രഭുക്കന്മാരുടെ അധീനതയിലുള്ള ഭവനമോ പ്രദേശമോ ആയിരുന്നു ഇടം അഥവാ ഇടം. ഇടവക എന്ന പദത്തിന് ദ പ്രിൻസിപ്പാലിറ്റി ഓഫ് ആൻ ഇടപ്രഭു എന്നാണ് ഗുണ്ടത്ത് അർത്ഥവിവരണം നൽകുന്നത്. ചന്തുമേനോന്റെ ശാരദ നോവലിലെ പ്രതിനായക സ്ഥാനത്തുള്ളവരിൽ ഒരാൾ പൂഞ്ചോലക്കര ഇടത്തിലെ അച്ഛനാണല്ലോ. വടക്കൻ പാട്ടുകളിലൊന്നായ തോട്ടത്തിൽ കേളപ്പൻ്റെ പാട്ടിൽ എൻ്റെ എടച്ചേരി തെണ്ടരുത് എന്ന് കേളപ്പൻ വാഴുന്നവരോട് പറയുന്നുണ്ട്. നായർ പ്രഭുവിൻ്റെ വീടിന് ഇടം, ഇടച്ചേരി എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇന്നാവട്ടെ ഇടവകയ്ക്ക് പാരിഷ് എന്ന അർത്ഥമാണ് പ്രചാരത്തിലുള്ളത്. ഇടത്തിന് സ്ഥലം, സ്ഥാനം, സന്ദർഭം, സൗകര്യം എന്നൊക്കെ സാഹചര്യത്തിനനുസരിച്ച് അർത്ഥം കൈവരുമെന്ന് ചുരുക്കം. ഇടംകേട് അഥവാ ഇടങ്ങേറ് എന്നൊരു പ്രയോഗമുണ്ട്. ഉപദ്രവം, തകരാറ്, പ്രയാസം എന്നൊക്കെയുള്ള അർത്ഥങ്ങളിൽ അത് പ്രയോഗിക്കും. ഇടങ്കോലിടുക എന്നാണ് പ്രയോഗമെങ്കിൽ ദുഷ്ടബുദ്ധിയോടെയുള്ള തടസ്സപ്പെടുത്തൽ എന്നാകും വിവക്ഷ. ഇടത്തിലെ അം നീക്കിയാൽ കിട്ടുന്ന ഇട എന്ന പദത്തിന് രണ്ടെണ്ണത്തിൻ്റെ ഇടയിലുള്ള സ്ഥലം, സമയം, കാലം എന്നൊക്കെ അർത്ഥമുണ്ട്. ഒന്നിരാടം എന്ന ലേഖനത്തിൽ പ്രൊഫസർ CL ആന്റണി ഇടം എന്ന പദത്തിൻ്റെ അർത്ഥവ്യാപ്തി വിവരിക്കുന്നുണ്ട്. ഒന്നിട ഇടമാണ് ഒന്നരാടം ആയി പരിണമിക്കുന്നത് എന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു. ഇവിടെ ഇടം ദിവസത്തെ സൂചിപ്പിക്കുന്നു. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും